Hello. In the previous section, we talked about the kind of words that should not be used in academic writing. And here we are looking at what are the alternative expressions we can use instead of those. അപ്പോൾ ഇന്ന രീതിയിലുള്ള ഇൻഫോർമൽ ആയിട്ട് കോൺട്രാക്റ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ഒന്നും യൂസ് ചെയ്യരുത് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതിന് പകരം എന്ത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ടേബിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഓൺ ദ ലെഫ്റ്റ് side of the table, we see what we should avoid. And on the right side, we see the kind of words we should use instead of those. Left-il കാണുന്നത് avoid ചെയ്ത് അതിന് പകരം യൂസ് ചെയ്യുന്നത് right-il. So first is contracted form. Don't use contracted form. Instead use full words. അതിന് examples ആണ് contracted forms. Don't, won't, shouldn't. അത് ഉപയോഗിക്കുന്നതിന് പകരം full words ആയിട്ടുള്ള do not, will not, should not എന്ന് അത് യൂസ് ചെയ്യണം. Next one. Personal pronouns like അതിന് താഴെ കൊടുത്തിട്ടുള്ളതാണ് എക്സാമ്പിൾ. ഇൻ ദിസ് എസ്സേ ഐ ഹാവ് ആർഗ്യൂഡ് ദാറ്റ് എന്ന് പറയുന്നതിൽ നമ്മൾ ഐ ഹാവ് എന്നുള്ള പേഴ്സണൽ പ്രോനൗൺ ഉപയോഗിക്കുന്നുണ്ട്. അത് കുറച്ചുകൂടി സബ്ജക്റ്റീവ് ആണ്, അത് അവോയ്ഡ് ചെയ്യണം. പകരം എന്ത് വേണം? Alternative expressions like the following. In this essay, it is argued that. അപ്പൊ അവിടെ ആര് ആർഗ്യൂ ചെയ്യുന്നു എന്ന് പറയുന്നില്ല, ഈ എസ്സേയിൽ പറയുന്നത് ഇതാണ്, അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ ഐ എന്ന് പറയുന്ന പേഴ്സണൽ പ്രൊനൗണിനെ അവോയ്ഡ് ചെയ്തിട്ട് അതിന് പകരം ആ സെന്റൻസിന്റെ സ്ട്രക്ചർ മാറ്റുകയാണ് ചെയ്തത്. നെക്സ്റ്റ്, ഇനി അവോയ്ഡ് അത് വേറൊരു എക്സാമ്പിളും കൂടി കൊടുത്തിരിക്കുകയാണ്. ഫ്രം ദിസ് എവിഡൻസ് വി ക്യാൻ പെർസീവ്, അവിടെ വി എന്നുള്ളതിന് പകരം സം ചേഞ്ചസ് ക്യാൻ ബി പെർസീവ്ഡ് ആ രീതിയിലേക്ക് മാറ്റുന്നത്. ഇത് രണ്ടും സെയിം കാര്യത്തിന്റെ എക്സാമ്പിൾസ് ആണ്. അടുത്തത് ഇൻഫോർമൽ വേർബ്സ് അല്ലെങ്കിൽ ഫ്രേസൽ വേർബ്സിനെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. അതിന്റെ എക്സാമ്പിൾസ് ആണ് ബാഡ്, ഗുഡ്, ഗോ ഓൺ, പുട്ട് ഓഫ്, ഫൈൻഡ് ഔട്ട്, ഗെറ്റ്, കീപ്, സ്റ്റാർട്ട്, ഗിവ്, ഷോ, ബിഗ്. ഈ വേർഡ്സ് എല്ലാം അതിലൊന്നും തെറ്റുണ്ടായിട്ടല്ല, പക്ഷെ അത് കുറച്ചുകൂടി നമ്മൾ ഇൻഫോർമൽ കോൺവെർസേഷനിൽ ഉപയോഗിക്കുന്നതാണ്. അതിനേക്കാൾ കുറച്ചുകൂടി നല്ല വേർഡ്സ് നമുക്ക് യൂസ് ചെയ്യാം, മോർ ഫോർമൽ വേർഡ്സ് ലൈക്ക് ഇൻസ്റ്റെഡ് ഓഫ് സേയിങ് ഗുഡ് ഓർ ബാഡ്, instead of saying bad you say it is inferior or deficient. Instead of saying good you say it's acceptable. Instead of saying go on you say continue. Put off ന് പകരം postpone. Find out ന് പകരം discover. അങ്ങനെ കുറെ വേർഡ്സ്. discover or identify. Keep ന് പകരം preserve. Start ന് പകരം commence. Give ന് പകരം provide. അങ്ങനെ there are, instead of small and very simple words, you use slightly more complex words. Then, instead of colloquial expressions like sooner or later, get out of hand, beyond doubt, part and parcel of, lose temper, stumbling block, ഇതെല്ലാം colloquial expressions ആണ്. colloquial എന്ന് പറഞ്ഞാൽ വളരെ ലോക്കൽ ആയിട്ട് again നമ്മൾ ഇൻഫോർമൽ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിന് പകരം അതേ അർത്ഥം വരുന്ന കുറച്ചുകൂടി ഫോർമൽ ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യാം. സൂണർ ഓർ ലേറ്റർ എന്ന് പറയുന്നതിന് പകരം ഇന്നെവിറ്റബ്ലി. രണ്ടിന്റെയും അർത്ഥം ഒന്നാണ്. ഇപ്പോഴല്ലെങ്കിൽ എന്തെങ്കിലും എപ്പോഴെങ്കിലും അത് സംഭവിക്കുമെന്ന് പറയാനാണ് നമ്മൾ സൂണർ ഓർ ലേറ്റർ എന്ന്. പക്ഷെ സൂണർ ഓർ ലേറ്റർ വളരെ സിമ്പിൾ ആയിട്ടുള്ള കൊളോക്കിയൽ എക്സ്പ്രഷൻ ആണ്. അതിന് പകരം ഫോർമലി പറയുകയാണെങ്കിൽ ഇന്നെവിറ്റബ്ലി. ദ സിറ്റുവേഷൻ ഹാസ് ഗോട്ട് ഔട്ട് ഓഫ് ഹാൻഡ്, നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്ന് പറയില്ലേ, അത് അഗെയിൻ കൊളോക്കിയൽ ആണ്. അതിന് പകരം ദ സിറ്റുവേഷൻ ഹാസ് ഡിറ്റീരിയറേറ്റഡ്. ദാറ്റ് ഇസ് എ മോർ ഫോർമൽ വേ ഓഫ് സേയിങ്. സോ ലൈക്ക് ദാറ്റ് ഓരോ കൊളോക്കിയൽ എക്സ്പ്രഷനും പകരം അതിനുള്ള ഫോർമൽ ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ മാക്സിമം യൂസ് ചെയ്യാം. ദെൻ റൺ ഓൺ എക്സ്പ്രഷൻസ് ആസ് ഇൻ ഒരു സെന്റൻസ് തന്നിരിക്കുകയാണ്. ദി ഔട്ട്ഡോർ ഗെയിംസ് ദേ പ്ലേഡ് ഇൻക്ലൂഡ് ക്രിക്കറ്റ്, ഫുട്ബോൾ, വോളിബോൾ എറ്റ്സെട്ര. അപ്പൊ ഇവിടെ ആദ്യത്തത് ദേ ഔട്ട്ഡോർ അല്ല, ദ ഔട്ട്ഡോർ ആണ്. അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് ടെക്സ്റ്റ് ബുക്കില്. ദ ഔട്ട്ഡോർ ഗെയിംസ് ദേ പ്ലേഡ് ഇൻക്ലൂഡ് ക്രിക്കറ്റ്, വോളിബോൾ, ഫുട്ബോൾ എറ്റ്സെട്ര. ആ എറ്റ്സെട്ര പോലെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്ന് നേരത്തെ പറഞ്ഞത്. അപ്പൊ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു കൺജങ്ഷൻ, യൂസ് എ കൺജങ്ഷൻ ടു കണക്ട് ദ ലാസ്റ്റ് ഐറ്റം ഇൻ ദ ലിസ്റ്റ്. So then you say the outdoor games they played include cricket, football and volleyball. Cricket, football, volleyball etc. എന്ന് പറയുന്നതിന് പകരം cricket, football and volleyball. Or etc. ക്ക് പകരം you can even say and so on. And so on and so forth. And so on എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇങ്ങനെ ഒരു കൺജങ്ഷൻ വെച്ചിട്ട് മൂന്നോ അതിലധികമോ ഐറ്റംസ് പറയുന്നുണ്ടെങ്കിൽ എറ്റ്സെട്ര പറയുന്നതിന് പകരം ആ ലാസ്റ്റത്തെ ഐറ്റമിന് മുമ്പ് ആൻഡ് വെക്കുന്നതാണ് നല്ലത്. Then, അടുത്തത് ടു ഫോർമൽ എക്സ്പ്രഷൻസ് ലൈക്ക് a lot, a bit,
as in too informal, വല്ലാതെ informal ആയിട്ടുള്ള expressions. Instead of saying the controller of examinations found it a bit difficult to prepare seating arrangements, അതിന് പകരം നമ്മൾ കുറച്ചുകൂടി അതിനെ റീഫ്രേസ് ചെയ്യുക. The controller of examinations found it difficult to prepare seating arrangements. അപ്പൊ ജസ്റ്റ് അത് നമ്മൾ ആ ബിറ്റ് ആവശ്യമില്ല, അതിനെ നമ്മൾ റിമൂവ് ചെയ്തു. പറ്റുകയാണെങ്കിൽ അതിന് പറ്റിയ ഏതെങ്കിലും ഫോർമൽ വേർഡ്സ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ആ സെന്റൻസ് തന്നെ നമ്മൾ മാറ്റാൻ ശ്രമിക്കുക. കാരണം വല്ലാതെ ഇൻഫോർമൽ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് നമ്മൾ യൂസ് ചെയ്യരുത്. Then redundant expressions, നേരത്തെ പറഞ്ഞു absolutely essential, still remains, അത് പറയേണ്ട ആവശ്യമില്ല. കാരണം essential എന്ന് പറഞ്ഞാൽ തന്നെ absolutely എന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ്. remains എന്ന് പറഞ്ഞാൽ still എന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ്. ആക്ച്വൽ ഫാക്ട്സ് എന്ന് പറയേണ്ട ആവശ്യമില്ല, ഫാക്ട്സ് ആർ ഓൾവേസ് ആക്ച്വൽ. അപ്പൊ അതുപോലെ ഉള്ള റിഡണ്ടന്റ് എക്സ്പ്രഷൻസ് നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക. അതിലെ അൺനെസസറി പാർട്ട് നമ്മൾ എടുത്ത് റിമൂവ് ചെയ്യുക. അബ്സല്യൂട്ട്ലി എസെൻഷ്യലിന് പകരം എസെൻഷ്യൽ എന്ന് പറയാം, സ്റ്റിൽ റിമെയിൻസിന് പകരം റിമെയിൻസ് എന്ന് പറയാം. ഓക്കെ, ലൈക്ക് ദാറ്റ്. ദെൻ വേഗ് എക്സ്പ്രഷൻസ് ലൈക്ക് തിങ്, സ്റ്റാഫ്, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക. മൈ സ്റ്റാഫ്, there are many things that they talked about, അങ്ങനെ പറയുന്നതിന് പകരം കൃത്യമായിട്ട് എന്തിനെ പറ്റിയാണ് പറയുന്നത് എന്ന് ക്ലിയർ ആക്കുക. ഇൻ ദ ട്രെയിൻ ദ പാസഞ്ചർ ഫിക്സ് ദിയർ ഐസ് ഓൺ ദിയർ സ്റ്റഫ് എന്ന് പറയുന്നതിന് പകരം ഇൻ ദ ട്രെയിൻ ദ പാസഞ്ചർ ഫിക്സ് ദിയർ ഐസ് ഓൺ ദിയർ ലഗേജ് എന്ന് പറയാം. അപ്പൊ സ്റ്റഫ് എന്ന് പറഞ്ഞാൽ ലഗേജ് ആണ് എന്ന് ക്ലിയർ ആക്കുക, സാധനങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ്. Then the discussion addressed many things concerning school children. സ്കൂൾ കുട്ടികളെ കൺസേൺ ചെയ്യുന്ന പല കാര്യങ്ങൾ അഡ്രസ് ചെയ്തു എന്നാണ് പറയാൻ ശ്രമിക്കുന്നത്. പക്ഷെ തിങ്സ് എന്ന് പറഞ്ഞാൽ അത് ഇത്ര ക്ലിയർ അല്ല. അതിന് പകരം മെനി ഇഷ്യൂസ് ഓർ പ്രോബ്ലംസ് അങ്ങനെ എന്തെങ്കിലും വേർഡ്സ് യൂസ് ചെയ്താൽ എന്താണ് നമ്മൾ പറയുന്നതെന്ന് കുറച്ചുകൂടി ക്ലിയർ ആവും. Then superlative expressions, intensifiers and words indicating exaggeration, അത് യൂസ് ചെയ്യാതിരിക്കുക. പെർഫെക്റ്റ്, ബെസ്റ്റ്, വേഴ്സ്റ്റ് അത് ഉപയോഗിക്കാതിരിക്കാൻ നമ്മൾ പറഞ്ഞു. അതിന് പകരം നമ്മൾ കുറച്ചുകൂടി ടോൺ ഡൗൺ ചെയ്തിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യാം. So when you, instead of saying that somebody is perfect, you say that person is accomplished. Accomplishes അല്ല, accomplished. ഒരുപാട് കഴിവുകളുള്ള ആൾ എന്നുള്ള അർത്ഥത്തിൽ. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അതിനപ്പുറം ഒന്നുമില്ല. അതിന് പകരം accomplished എന്ന് പറയാം. Rather than saying that somebody is the best person, you say this is an outstanding candidate or an ideal person. അങ്ങനെ പറയാം. വേഴ്സ്റ്റ് എന്നതിന് പകരം unfavorable അല്ലെങ്കിൽ comparatively inferior അങ്ങനെ പറയാം. അപ്പോൾ യൂസ് വേർഡ്സ് ദാറ്റ് don't say anything very absolute. best, worst, perfect എന്ന് പറയുന്നതിന് പകരം എന്താണ് അവരുടെ ആ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് കാണിക്കുക. പകരം ഏറ്റവും നല്ലതെന്ന് പറയേണ്ട, അതിൽ നല്ലത് ആരെങ്കിലും ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ദെൻ സബ്ജക്റ്റീവ് എക്സ്പ്രഷൻസ് നമ്മൾ ഉപയോഗിക്കരുത്. പറഞ്ഞു ബ്യൂട്ടിഫുൾ, അഗ്ലി, ഹോറിബിൾ അത് വേണ്ട, അത് നമ്മുടെ അഭിപ്രായമാണ്, അത് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അതിന് പകരം നമ്മൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമ്മൾ എന്താ പറയേണ്ടത്, അത് there are some other words you can use. Example കണ്ടാൽ മനസ്സിലാവും. First of all, the novelist presents the village scene beautifully. അങ്ങനെ പറയാതിരിക്കുക. കാരണം ആ നോവലിസ്റ്റ് വില്ലേജിനെ പ്രസന്റ് ചെയ്യുന്നത് ബ്യൂട്ടിഫുൾ ആണെന്നുള്ളത് നമ്മുടെ അഭിപ്രായമാണ്, സബ്ജക്റ്റീവ് ആണ്. അതിന് പകരം the novelist presented the village scene വിവിഡ്ലി. വിവിഡ്ലി എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യാൻ പാകത്തിൽ അത്ര നന്നായി പ്രസന്റ് ചെയ്തു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വാട്ട് ഇസ് സോ ബ്യൂട്ടിഫുൾ അബൌട്ട് ഇറ്റ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത്. ദ ക്യാരക്ടർ വാസ് ഇമ്മാക്കുലേറ്റ്ലി ഡ്രസ്ഡ്, അത്ര പെർഫെക്റ്റ് ആയിട്ട് ഡ്രസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അഗെയിൻ പെർഫെക്റ്റ്ലി, ഇമ്മാക്കുലേറ്റ്ലി എന്നൊക്കെയുള്ളത് നമ്മുടെ അഭിപ്രായമാണ്. അതിന് പകരം ദ ക്യാരക്ടർ വാസ് പ്രോപ്പർലി ഡ്രസ്ഡ് ഓർ ദ ക്യാരക്ടർ വാസ് വെൽ ഡ്രസ്ഡ്, അങ്ങനെ എന്തെങ്കിലും പറയാം. പിന്നെ നമ്മൾ പറഞ്ഞു ചില തരം റേസിസ്റ്റ് ആയിട്ടുള്ള വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യാനേ പാടില്ല. നിഗർ, പാക്കി അങ്ങനെയുള്ള വേർഡ്സും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അതിന് പകരം ആക്സെപ്റ്റബിൾ, ഇഫ് യു ആർ ടോക്കിംഗ് അബൌട്ട് an African person, you should never call them a nigger instead or a negro. You should call them an African. And if it is an African American, you should say African American. And Paki എന്ന് പറയരുത്, പാകിസ്ഥാനി അല്ലെങ്കിൽ സൗത്ത് ഏഷ്യൻ എന്ന് പറയണം. മദ്രാസി എന്ന് പറയരുത്, സൗത്ത് ഇന്ത്യൻ എന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള വേർഡ്സ് മാത്രം നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. Then gendered expressions like fireman, chairman, freshman അതൊന്നും വേണ്ട. അതിന് പകരം ഫയർ ഫൈറ്റർ. Whether it's a man or a woman, you can still call them a firefighter. Then chairman പകരം chairperson. ഫ്രഷ്മാന് പകരം, ഫ്രഷ്മാൻ എന്ന് നമ്മുടെ നാട്ടിലല്ല അമേരിക്കയിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്, ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനെ പറയാൻ യൂസ് ചെയ്യുന്നതാണ്. ബട്ട് അഗൈൻ ആ മാൻ എന്നുള്ള സംഭവം അവിടെ വരുന്നതുകൊണ്ട് ഇറ്റ് സൗണ്ട്സ് ലൈക്ക് എ ജെൻഡർഡ് എക്സ്പ്രഷൻ. ആക്ച്വലി അതിന്റെ ആവശ്യമില്ല. ഇൻസ്റ്റെഡ് യൂസ് എ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്. അങ്ങനെ. ദെൻ ഇൻസ്റ്റെഡ് ഓഫ് സേയിങ് an aviator or an aviatrix,
ബേസിക്കലി പൈലറ്റ് ആണ്. ഏവിയാട്രിക്സ് എന്നൊക്കെ പറയുന്നതിന് പകരം ജസ്റ്റ് പൈലറ്റ് എന്ന് പറഞ്ഞാലും മതി. ദെൻ വുമൺ ഫോട്ടോഗ്രാഫറിന്റെ ആവശ്യമില്ല, വുമൺ ഡോക്ടറിന്റെ, ലേഡി ഡോക്ടറിന്റെ ആവശ്യമില്ല, ഫോട്ടോഗ്രാഫർ ഡോക്ടർ എന്ന് പറഞ്ഞാൽ മതി. പോയറ്റസ് എന്ന് പറയേണ്ട ആവശ്യമില്ല, ആക്ട്രസ് എന്ന് പറയേണ്ട ആവശ്യമില്ല. പോയറ്റ്, ആക്ടർ എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ് ക്യാൻ റെഫർ ടു ബോത്ത് മെൻ ആൻഡ് വിമൻ. ഇങ്ങനെയുള്ള കുറെ വേർഡ്സ് നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. ദെൻ പേഴ്സണൽ ഓർ ജഡ്ജ്മെന്റൽ എക്സ്പ്രഷൻസ് പറയാതിരിക്കുക മാക്സിമം. അഗെയിൻ അത് സബ്ജക്റ്റീവ് ആവാതിരിക്കാൻ ഐ തിങ്ക്, ഐ ബിലീവ്, ഇൻ മൈ ഒപ്പീനിയൻ എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എവിഡൻസ് കാണിച്ചിട്ട് പറയുക. ആസ് ഷോൺ ഇൻ ദ ടേബിൾ, കൺസിഡറിങ് ദ റിസൾട്ട്സ്, ഇറ്റ് ഇസ് എവിഡന്റ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്റെ വിശ്വാസമാണെന്ന് പറയുന്നതിന് പകരം ഈ ടേബിൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും, ഈ ഗ്രാഫ് കണ്ടാൽ മനസ്സിലാവും, ഈ ടെക്സ്റ്റ് വായിച്ചാൽ മനസ്സിലാവും, ആ രീതിയിൽ നമ്മൾ കൊടുക്കണം. കുറെ കൂടി ഒബ്ജക്റ്റീവായ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യണം. ദെൻ എബ്രിവേഷൻസ് ലൈക്ക് ബ്രോ, പ്രോഫ്, സെക്, കഫേ, TSPs ടീസ്പൂൺ, TBSPs ടേബിൾ സ്പൂൺ, ഇങ്ങനെയുള്ളത് യൂസ് ചെയ്യാതിരിക്കുക. അതിന് പകരം ഫുൾ ഫോംസ് യൂസ് ചെയ്യാം. ബ്രദർ, പ്രൊഫസർ, സെക്കൻഡ്, കഫറ്റേരിയ, ടീസ്പൂൺ, ടേബിൾ സ്പൂൺ, അത് യൂസ് ചെയ്യാം. അങ്ങനെ അതിന് എക്സാമ്പിൾസ് ആയിട്ടുള്ളത് കുറച്ച് ഫ്രിഡ്ജ്, ഫോട്ടോ, ഫോൺ പോലുള്ള വേർഡ്സ് ഒക്കെ നമുക്ക് അതിന് എക്സെപ്ഷൻസ് ആണ്. കാരണം അത് ഈവൻ ഡിക്ഷണറിയിൽ വരെ ലെക്സിക്കലൈസ്ഡ് ആണ്. ലെക്സിക്കലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ലെക്സിക്കൺ, ഡിക്ഷണറിയിൽ വരുന്ന വേർഡ്സ് ആണ്. റെഫ്രിജറേറ്റർ എന്ന് നമ്മൾ ഫുള്ള് പറയേണ്ട ആവശ്യമില്ല, ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ മതി. അതുപോലെ ഫോട്ടോഗ്രാഫ് എന്ന് പറയണ ആവശ്യമില്ല, ഫോട്ടോ എന്ന് പറഞ്ഞാൽ മതി. ടെലിഫോൺ എന്ന് പറയേണ്ട ആവശ്യമില്ല, ഫോൺ എന്ന് പറഞ്ഞാൽ മതി. ഇതെല്ലാം ആക്സെപ്റ്റഡ് അബ്രീവിയേഷൻസ് ആണ്, അത് വേണേൽ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ സാധാരണ നിലയ്ക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ ബ്രോ, പ്രോഫ് അങ്ങനത്തെ അബ്രീവിയേഷൻസ് നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ 3, 4 അങ്ങനെ നമ്പേഴ്സ് കാണിക്കാൻ 3, 4 എന്നുള്ള സിമ്പിൾസിന് പകരം THRE 3 അങ്ങനെ ഫുള്ളായിട്ട് എഴുതുക സിമ്പിൾസ്. അതുപോലെ ആൻഡ് എന്നുള്ളതിന് ആ ഒരു സിമ്പിൾ കൊടുക്കുന്നതിന് പകരം നമ്മൾ AND ഫുൾ ഫോം ആയിട്ട് എഴുതുക. ഓർ എന്നുള്ളതിന് സ്ലാഷ് കൊടുക്കുന്നതിന് പകരം OR എന്ന് എഴുതുക. അപ്പൊ മാക്സിമം സിമ്പിൾസ് യൂസ് ചെയ്യുന്നതിന് പകരം വേർഡ്സ് യൂസ് ചെയ്യുക. അപ്പൊ ഇത്രയുമാണ് ഇൻഫോർമൽ എക്സ്പ്രഷൻസിന് പകരം നമ്മൾ എങ്ങനെ ഫോർമൽ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അടുത്ത സെക്ഷൻ, again an important section, it is on discourse markers. കുറെ വേർഡ്സ് തന്നിട്ടുണ്ട്. These are all examples of discourse markers. Anyway, anyhow, apparently, further, but, as regards, whereas, moreover, ഇതെല്ലാം discourse markers ആണ്. അത് എന്താണ്? What is the function of these expressions? Now, in linguistics, the term discourse refers to a unit of language longer than a sentence. Discourse എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസിൽ കൂടുതൽ നീളമുള്ള ഒരു യൂണിറ്റ് ഓഫ് ലാംഗ്വേജിനെയാണ് ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. ഒരു പാരഗ്രാഫ് ആവാം, അല്ലെങ്കിൽ ഒരു ലോങ് കോൺവെർസേഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ലോങ് നോവലൊക്കെ, അല്ലെങ്കിൽ ഒരു എസ്സി ആവാം. ഇതിനെല്ലാം നമുക്ക് ഒരു സെന്റൻസിലും നീളമുള്ള എല്ലാത്തിനെയും നമുക്ക് ഡിസ്കോഴ്സ് എന്ന് വിളിക്കാൻ പറ്റും. When you write or speak in your social context, you use some expressions to connect ideas, parts of your speech or writing, to emphasize, to clarify, to deviate from one idea to the next, and to link what you have already mentioned with what you are going to mention. Such expressions are called discourse markers. To put it differently, discourse markers are words and expressions used to connect one discourse to another. That line you can underline as a definition. Discourse markers are words and expressions used to connect one discourse to another. They are also called sentence connectors, linking words, linking phrases, and transition signals. അക്കാഡമിക് റൈറ്റിംഗിൽ നമ്മൾ അവരെ വിളിക്കുന്നത് ഡിസ്കോഴ്സ് മാർക്കേഴ്സ് എന്ന് വിളിക്കുന്ന അതേ സംഭവത്തിനെ തന്നെ നമ്മൾ പറയുന്ന മറ്റു പല വേർഡ്സ് ആണ് സെന്റൻസ് കണക്ടേഴ്സ്, ലിങ്കിങ് വേർഡ്സ്, ലിങ്കിങ് ഫ്രേസസ്, ട്രാൻസിഷൻ സിഗ്നൽ എന്നൊക്കെ പറഞ്ഞാൽ സംഭവം ഒന്നാണ്. എന്താണ്? ഒരു സെന്റൻസും അടുത്ത സെന്റൻസ്, നമ്മൾ പറഞ്ഞു ഒന്നിൽ കൂടുതൽ സെന്റൻസ് ഉള്ളപ്പോഴാണ് നമ്മൾ അതിനെ ഡിസ്കോഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു പാരഗ്രാഫിൽ ഒരു സെന്റൻസും അടുത്ത സെന്റൻസും തമ്മിലുള്ള ബന്ധം കാണിക്കാൻ, ലിങ്ക് കാണിക്കാൻ ഉപയോഗിക്കുന്ന വേർഡ്സിനെയാണ് നമ്മൾ ഡിസ്കോഴ്സ് മാർക്കേഴ്സ് എന്ന് പറയുന്നത്. ഒരു ഡിസ്കോഴ്സിന്റെ ഒരു ഭാഗവും അടുത്ത ഭാഗവും കൂടി കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇവരെ. There are a number of discourse markers in English. Some of them are used in informal conversations, while the others are used in formal writing or speech. Appropriate use of discourse markers help you present your ideas in a logical, coherent, and orderly manner and enhance your communication. However, you should avoid excessive use of discourse markers. Using many of them in a single paragraph may make your paper look artificial.
അപ്പോൾ ഡിസ്കോഴ്സ് മാർക്കേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ചിലത് നമ്മൾ ഇൻഫോർമലായി ഉപയോഗിക്കുന്നതുണ്ട്, ചിലത് ഫോർമലായി ഉപയോഗിക്കുന്നതുണ്ട്. ഫോർമലായി ഉപയോഗിക്കുന്നതാണ് നമ്മൾ അക്കാഡമിക് റൈറ്റിംഗിൽ ഉപയോഗിക്കേണ്ടത്. അതുപോലെ ഈ കൃത്യമായി വേണ്ട സ്ഥലങ്ങളിൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കോഴ്സ് മാർക്കേഴ്സ് യൂസ് ചെയ്താൽ നമ്മുടെ ഐഡിയാസിനെ കുറെ കൂടി ക്ലിയർ ആയിട്ടും ലോജിക്കലായിട്ടും കൊഹിറന്റ് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടും ഓർഡർലി ആയിട്ടും നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി എൻഹാൻസ്ഡ് ആവും, കുറച്ചുകൂടി നന്നാവും. എന്നാൽ ഡിസ്കോഴ്സ് മാർക്കേഴ്സ് ഒരുപാട് യൂസ് ചെയ്താൽ, എക്സസീവ് ആയിട്ട് യൂസ് ചെയ്താൽ അതും പ്രോബ്ലം ആണ്. ഒരു പാരഗ്രാഫിൽ ഒരുപാട് ഡിസ്കോഴ്സ് മാർക്കേഴ്സ്, എല്ലാ സെന്റൻസുകളും നമ്മൾ കണക്ട് ചെയ്യാൻ ഡിസ്കോഴ്സ് മാർക്കേഴ്സ് ഉപയോഗിച്ചാൽ ചിലപ്പോൾ അത് ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് വരും. ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്യാം. Again, this table 5.5 gives you an examples of informal discourse markers. സാധാരണ കോൺവെർസേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും പറയുമ്പോൾ ആക്ച്വലി ദിസ് ഇസ് വാട്ട് ഐ മീൻ അങ്ങനെ നമ്മൾ പറയുമല്ലോ, ആ ആക്ച്വലി അതൊരു ഡിസ്കോഴ്സ് മാർക്കർ ആണ്. ഒരു കാര്യം പറഞ്ഞതിന് ശേഷം എനിവേ എന്ന് പറഞ്ഞിട്ട് മറ്റെന്തെങ്കിലും പറയുമ്പോൾ എനിവേ അതൊരു ഡിസ്കോഴ്സ് മാർക്കർ ആണ്. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഫൈൻ, ഓക്കെ, ആ രീതിയിൽ നമ്മൾ ആ ഫൈൻ ഒരു ഡിസ്കോഴ്സ് മാർക്കർ ആണ്. അപ്പൊ ഇതെല്ലാം ദീസ് ആർ ഓൾ വേർഡ്സ് ദാറ്റ് വി യൂസ്. ഒരു സെന്റൻസ് പറഞ്ഞതിന് ശേഷം മറ്റൊരു ഐഡിയയിലേക്ക് ട്രാൻസിഷൻ ചെയ്യാം. ഒന്നെങ്കിൽ ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആവാം, അല്ലെങ്കിൽ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐഡിയ ആവാം, അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞതിനെ നമ്മൾ അതിനോടുള്ള റെസ്പോൺസ് ആയിട്ട് ഒരു കാര്യം പറയുന്നതാവാം. അവിടെയൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ ഡിസ്കോഴ്സ് മാർക്കേഴ്സ്. ഇതെല്ലാം ഓക്കെ, ബൈ ദ വേ, ഓഫ് കോഴ്സ്, ഇതെല്ലാം ഇൻഫോർമൽ ആണ്. ഇനി ഫോർമൽ ഡിസ്കോഴ്സ് മാർക്കേഴ്സ്, അതാണ് നമുക്ക് അക്കാഡമിക് റൈറ്റിംഗിൽ ആവശ്യമുള്ളത്. ഈ ടേബിൾസ് എല്ലാം നിങ്ങൾ കാര്യമായി വായിച്ച് നോക്കുക. ഓക്കെ, ഞാനിപ്പോൾ എക്സാമ്പിൾസ് മാത്രമേ പറയുന്നുള്ളൂ. ഫോർമൽ ഡിസ്കോഴ്സ് മാർക്കേഴ്സ് ഇതൊക്കെയാണ്. ആസ് എ റിസൾട്ട്, ഡിസ്പൈറ്റ് ദാറ്റ്, ഫസ്റ്റ്ലി, ഫോർ ഇൻസ്റ്റൻസ്, ഫർദർമോർ, ഹവെവർ, ഇൻ അഡിഷൻ, ഇൻ കൺക്ലൂഷൻ, ഓൺ ദ കോൺട്രറി, ഇങ്ങനെയുള്ള കുറേ വേർഡ്സ്. ഓൺ ദ വൺ ഹാൻഡ്, ഓൺ ദി അതർ ഹാൻഡ്, ദീസ് ആർ ഓൾ ഫോർമൽ ഡിസ്കോഴ്സ് മാർക്കേഴ്സ്. ആസ് എ റിസൾട്ട് എന്ന് പറയുന്നപ്പോഴാണ് ഒരു കാര്യം പറഞ്ഞ് പിന്നെ അതിന്റെ റിസൾട്ടിനെ, അതിന്റെ ഇഫക്റ്റിനെ പറ്റി പറയുമ്പോൾ ആസ് എ റിസൾട്ട് ദിസ് ഹാപ്പൻഡ് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ മോർ ഓവർ എന്ന് പറയുന്നത് എന്താ, ഒരു കാര്യം പറഞ്ഞാൽ അതിലേക്ക് കണ്ടിന്യൂവേഷൻ ആയിട്ട് ഒരു കാര്യം പറയുമ്പോൾ ദിസ് ഹാപ്പൻഡ്, മോർ ഓവർ ദിസ് ഓൾസോ ഹാപ്പൻഡ്, അങ്ങനെ നമ്മൾ പറയുന്നു. അങ്ങനെ നമ്മൾ യൂസ് ചെയ്യും. നമ്മളിത് കോസ് ആൻഡ് ഇഫക്റ്റ് റൈറ്റിംഗ് പഠിച്ചപ്പോൾ അതിൽ ഈ ഡിസ്കോഴ്സ് മാർക്കേഴ്സിനെ പറ്റി ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദീസ് ആർ സം എക്സാമ്പിൾസ് ഓഫ് ഫോർമൽ ഡിസ്കോഴ്സ് മാർക്കേഴ്സ്. In academic writings, in expository, persuasive and argumentative style, it becomes essential to use discourse markers in order to arrange your ideas and arguments logically. Cause and effect ആയിട്ട് അല്ലെങ്കിൽ ആർഗ്യുമെന്റേറ്റീവ് സ്റ്റൈലിലൊക്കെ എഴുതുമ്പോൾ നമുക്ക് ഡിസ്കോഴ്സ് മാർക്കേഴ്സ് ഉപയോഗിക്കാൻ പറ്റും. നമ്മളുടെ ഐഡിയാസിനെ അല്ലെങ്കിൽ നമ്മുടെ ആർഗ്യുമെന്റ്സിനെ ക്ലിയർ ആയിട്ടും ലോജിക്കലായിട്ടും അറേഞ്ച് ചെയ്യാനും അവ തമ്മിലുള്ള നമ്മുടെ സെന്റൻസസ് തമ്മിലുള്ള കണക്ഷൻസ് ക്ലിയർ ആക്കാനും നമ്മൾ ഇതിനെ യൂസ് ചെയ്യും. The main function of a discourse marker in a piece of writing is to establish connections or relationships between ideas. They help an academic writer in one sequencing ideas. എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ക്ലിയർ ആയിട്ട് കണക്ഷൻസ് ഉണ്ടാക്കുക ഐഡിയാസ് തമ്മിൽ എന്നുള്ളതാണ് അതിന്റെ മെയിൻ ഉദ്ദേശം. പിന്നെ എന്തൊക്കെയാണ് സീക്വൻസിങ് ഐഡിയാസ്. പല ഐഡിയാസ് പറയുമ്പോൾ അത് നമ്മൾ ഫസ്റ്റ്ലി, സെക്കൻഡ്ലി അങ്ങനെയൊക്കെ പറയുമ്പോൾ സീക്വൻസിൽ കാണിക്കുകയാണ്. വിച്ച് കംസ് ഫസ്റ്റ്, ദെൻ വാട്ട് ഹാപ്പൻസ് എന്നുള്ളത്. ദെൻ ബാലൻസിങ് കോൺട്രാസ്റ്റിംഗ് പോയിന്റ്സ്. ഒരു പോയിന്റ് പറഞ്ഞ് ഓൺ ദി അതർ ഹാൻഡ് എന്ന് പറഞ്ഞിട്ട് വേറൊരു പോയിന്റ് പറയുമ്പോൾ, ഹവെവർ, ഓൺ ദ കോൺട്രറി എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റൊരു പോയിന്റ് പറയുമ്പോൾ ആദ്യം പറഞ്ഞ പോയിന്റുമായി കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു പോയിന്റ് നമ്മൾ പറയാണ്. ആദ്യം പറഞ്ഞതിനോട് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കാര്യം നമ്മൾ പറയാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ, ഒരു സംഭവത്തിന്റെ രണ്ട് സൈഡും പറയണം, ബാലൻസ്ഡ് വ്യൂ കൊടുക്കണമെങ്കിൽ ഡിസ്കോഴ്സ് മാർക്കേഴ്സ് ലൈക്ക് ഓൺ ദ കോൺട്രറി, ഓൺ ദി അതർ ഹാൻഡ്, ഹവെവർ അതെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. ദെൻ ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ ഐഡിയ. പുതിയതായിട്ടൊരു കാര്യം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഡിസ്കോഴ്സ് മാർക്കർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ദെൻ ഗിവിംഗ് കൺസെഷൻസ് ആൻഡ് സിമിലർ ഐഡിയാസ്. ഒരു കാര്യം പറഞ്ഞു, അതിനോട് സിമിലർ ആയ മറ്റൊരു കാര്യം നമ്മൾ പറയാണ്, അവിടെയും നമ്മൾ ഡിസ്കോഴ്സ് മാർക്കേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഗിവിംഗ് കൺസെഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറയുമ്പോൾ അത് ശരിയാണ് എന്നുള്ള രീതിയിൽ അഡീഷണലി നമ്മൾ ഒരു കാര്യം പറയുന്നതാണ്. ദെൻ എംഫസൈസിങ്, ക്ലാരിഫയിങ് ഓർ സോഫനിങ് എ പോയിന്റ്. നമ്മൾ പറയുന്ന പോയിന്റിനെ കൂടുതൽ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ പറഞ്ഞത് ഫസ്റ്റ് ഒരു സെന്റൻസിൽ പറഞ്ഞത് ക്ലിയർ അല്ലാച്ചാൽ അതിനെ ടു ക്ലാരിഫൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. സോഫനിങ് എ പോയിന്റ്, ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞത് ടു ഷാർപ്പാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, ഭയങ്കരമായിട്ട് നമ്മൾ പറഞ്ഞു പോയി അതിനെ കുറച്ച് സോഫ്റ്റ് ആക്കാം, അതിന്റെ ഇഫക്റ്റ് ഇത്തിരി കുറയ്ക്കാം, അതിനും നമുക്ക് ഡിസ്കോഴ്സ് മാർക്കേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. പ്രസന്റിങ് എ കൗണ്ടർ ആർഗ്യുമെന്റ്. ഒന്ന് പറഞ്ഞു എന്നാൽ അതിന്റെ അഗെയിൻ ഓപ്പോസിറ്റ് പറയാണ്, ഓൺ ദി അതർ ഹാൻഡ് ഇങ്ങനെയാണ്, കോൺട്രറിലി, ഓൺ ദ കോൺട്രറി എന്നൊക്കെ നമുക്ക് പറയാം.
ചേഞ്ചിങ് ഓഫ് സബ്ജക്റ്റ്. ഒരു കാര്യം പറഞ്ഞ് ഇനി നമ്മൾ മറ്റൊരു ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യുകയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിസ്കോഴ്സ് മാർക്കേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഇൻ സ്പീച്ച്, നമ്മുടെ ഇൻഫോർമൽ സ്പീച്ചിൽ നമ്മൾ എനിവേ എന്നൊക്കെ പറയുമ്പോൾ അതാണ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഇതിൽ എന്താ പറയുക, ഫോർമൽ റൈറ്റിങ്ങിലും നമുക്ക് ഡിസ്കോഴ്സ് മാർക്കേഴ്സ് വെച്ചിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ദെൻ ഡിസ്മിസിങ് എ പ്രീവിയസ് ആർഗ്യുമെന്റ് ഓർ ക്ലെയിം. ഒരു ആർഗ്യുമെന്റ് ഇന്നതാണ് സാധാരണ ആളുകൾ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു ആർഗ്യുമെന്റ് പറഞ്ഞിട്ട് അതിനെ ഡിസ്മിസ് ചെയ്ത് ഹൗവെവർ, ബട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ആർഗ്യുമെന്റിലേക്ക് കടക്കാൻ പറ്റും. അപ്പൊ ആദ്യം പറഞ്ഞതിനെ ഡിസ്മിസ് ചെയ്ത് പുതിയൊരു ആർഗ്യുമെന്റ് പറയുന്നു. ആഡിങ്, അഡീഷണലി, മോർ ഓവർ എന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞതിനോട് നമ്മൾ എന്തോ ആഡ് ചെയ്യാണ്. പെർസ്വേഡ് ചെയ്യാൻ, നമ്മൾ പറയുന്നതിൽ കൂടെ ഒരാളെ പെർസ്വേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിസ്കോഴ്സ് മാർക്കേഴ്സ് യൂസ് ചെയ്യാം. സ്ട്രക്ചറിങ്, അഗെയിൻ ഈ സീക്വൻസ് വഴിയോ ഏതെങ്കിലും ഒരു രീതിയിൽ ഫസ്റ്റ്ലി സെക്കൻഡ്ലി എന്നുള്ളത് സീക്വൻസ് ആണ്, അല്ല വെച്ചാൽ ഒരു കാര്യം പറഞ്ഞിട്ട് മോർ ഇമ്പോർട്ടൻ്റ്ലി, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അങ്ങനെയൊക്കെ നമുക്ക് കാണിക്കാം. സിഗ്നിഫിക്കൻ്റ്ലി ഇങ്ങനെയൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റും. ജനറലൈസിങ്, ആദ്യം കുറെ സ്പെസിഫിക് ആയ കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ ജനറലൈസ് ചെയ്തിട്ട് ടു കൺക്ലൂഡ്, ടു സം അപ്പ് അല്ലെങ്കിൽ ടു ജനറലൈസ് അങ്ങനെയൊക്കെ നമുക്ക് പറയാം. പിന്നെ ഗിവിങ് എക്സാമ്പിൾസ്, ഫോർ ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എക്സാമ്പിൾസ് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, ഫോർ ഇൻസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞ് ക്ലാരിഫൈങ് പോയിന്റ്സ്, പറഞ്ഞ പോയിന്റിനെ കുറച്ചുകൂടി ക്ലാരിഫൈ ചെയ്യാൻ. സമ്മിങ് അപ്പ് ഓർ ഡ്രോയിങ് എ കൺക്ലൂഷൻ, ഇതിനെല്ലാം നമുക്ക് ഡിസ്കോഴ്സ് മാർക്കേഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഡിസ്കോഴ്സ് മാർക്കേഴ്സ് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഡിസ്കോഴ്സ് മാർക്കേഴ്സ് ആർ യൂഷ്വലി യൂസ്ഡ് in the initial position in a phrase or a clause. ഒരു സെന്റൻസിന്റെ അല്ലെങ്കിൽ ഒരു ഫ്രേസിന്റെ ഒരു ക്ലോസിന്റെ തുടക്കത്തിലായിരിക്കാം യൂഷ്വലി നമ്മളത് യൂസ് ചെയ്യുന്നത്. They may either be used to begin a new sentence or a new clause. New clause അല്ല, new clause that follows a semicolon. All of them can be used in mid positions at the beginning of another clause. ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ തന്നെ ആവണമെന്നില്ല. ഒരു സെന്റൻസിന്റെ തുടക്കത്തിലാവാം, അല്ലെങ്കിൽ ഒരു സെന്റൻസിൽ ഒരു ക്ലോസ് കഴിഞ്ഞ് പുതിയ ക്ലോസ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ ഫ്രേസ് തുടങ്ങുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാവുന്നതാണ്. അവിടെയാണ് യൂഷ്വലി ഡിസ്കോഴ്സ് മാർക്കേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി they have given an article, ഹീറോ വേർഷിപ്പിനെ പറ്റിയിട്ട്, സിനിമയിലെ ഫാൻ ക്ലബ്സിനെയൊക്കെ പറ്റിയിട്ട് ഒരു ആർട്ടിക്കിളിൽ നിന്ന് ഒരു ചെറിയ എക്സെപ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അതിൽ ബോൾഡിൽ കൊടുത്തിട്ടുള്ള വേർഡ്സ് ആണ് ഡിസ്കോഴ്സ് മാർക്കേഴ്സ്. അതെങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു ഇതിനെ കുറച്ചുകൂടി ഇഫക്റ്റീവ് ആക്കാൻ നിങ്ങൾ നോക്കുക. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലെ ഫിലിം ക്ലബ്ബുകളെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതൊന്ന് യു ക്യാൻ റീഡ് ഇറ്റ്. ദെൻ there are few more such examples like that, and when you read it you will understand that ഈ ഒരു 2 പാരഗ്രാഫിലാകെ 3 ഡിസ്കോഴ്സ് മാർക്കേഴ്സേ യൂസ് ചെയ്തിട്ടുള്ളൂ. nonetheless however evidently ആ ബോൾഡ് ആയിട്ടുള്ള മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അത് സ്റ്റിൽ അത് വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയാവുന്നുണ്ട്. എന്നാൽ രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട്. ഈ ലൂയി റഷ്ഡ് ആൻഡ് ഗോട്ട് റെഡി ഫോർ വർക്ക് എന്നുള്ള, അത് നിങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ സെന്റൻസിന്റെയും തുടക്കത്തിൽ അല്ലെങ്കിൽ ഈ സെന്റൻസിന്റെ ഇടയിലൊക്കെ ഡിസ്കോഴ്സ് മാർക്കേഴ്സ് ഉണ്ട്. ഇറ്റ് ഈസ് ഓവർലോഡഡ് വിത്ത് ഡിസ്കോഴ്സ് മാർക്കേഴ്സ്. അങ്ങനെ വരുമ്പോൾ അത് കുറച്ച് ഓക്വേർഡ് ആയിട്ട് തോന്നും. അപ്പൊ അത്ര അധികം ഡിസ്കോഴ്സ് മാർക്കേഴ്സ് ആവശ്യമില്ല, ഓരോ സെന്റൻസിന്റെയും തുടക്കത്തിലൊന്നും ആവശ്യമില്ല. വേറസ് ഇവിടെ നമ്മൾ 3 ഡിസ്കോഴ്സ് മാർക്കേഴ്സേ ഉള്ളൂ എങ്കിലും അത് അതിനു മുമ്പ് പറഞ്ഞ ഐഡിയാസിനെ ഇനി വരുന്ന ഐഡിയാസുമായി കണക്ട് ചെയ്യാൻ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് വളരെ ക്ലിയർ ആണ്. സോ ഈ എക്സാമ്പിളിൽ കൊടുത്ത പോലെ വേണം നമ്മൾ ഡിസ്കോഴ്സ് മാർക്കേഴ്സ് യൂസ് ചെയ്യാൻ. അല്ലാതെ ഈ ലൂയി എന്ന് പറയുന്ന ഈ എക്സാമ്പിളുള്ള പോലെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യരുത്. ഓവർ എംഫസിസ് ആണ് അവിടെ. നമ്മൾ വളരെ കോൺഷ്യസ് ആയിട്ട് ഡിസ്കോഴ്സ് മാർക്കേഴ്സ് യൂസ് ചെയ്യാണ്. അങ്ങനെ ഈ excessive use of discourse markers is likely to make your writing clumsy and ineffective. അത് വളരെ ക്ലംസി ആയിട്ട് തോന്നും. അതെന്തോ ഒരു നമ്മളിങ്ങനെ തപ്പിത്തടഞ്ഞ് എഴുതുന്ന പോലെ തോന്നും. അങ്ങനെയുള്ള റൈറ്റിംഗ് തീരെ ഇഫക്റ്റീവ് ആവില്ല. Then there are some activities about how you can use discourse markers, so you can do those things on your own. ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്, that also you can do. Okay, thank you.